ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ബീച്ച് വ്ളോഗാണ്. അപ്പോൾ ഞങ്ങളൊരു 5:30 ആയപ്പോൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് നമ്മൾ സ്ഥിരം ഫുഡ് അടിക്കുന്ന ഒരു സ്പോട്ടുണ്ട്, എംപയർ. അവിടേക്കാണ് പോയത്. ഇതൊരു മലയാളിക്കടയാണ്. നല്ല ചായയും പരിപ്പുവടയും സമൂസയും കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പാട്ടില്ലാണ്ട് നമുക്ക് എന്ത് യാത്രയല്ലേ. ഈ കാണുന്നതാണ് കേട്ടോ ദുഃഖത്തിലെ ഇന്ത്യൻ സ്കൂള്. വഴിയിൽ കാര്യമായിട്ട് കാണാനൊന്നുമില്ല, കുറേ കുന്നും മലകളും മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ പച്ചക്കുന്നാണെങ്കിൽ ഇവിടെ വെറും പാറക്കുന്നുകളാണ്. എന്നാലും ഒമാൻ ഗവൺമെൻറ് അവർക്ക് പറ്റുന്ന പോലെ മരങ്ങളും ചെടികളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒറ്റയ്ക്കല്ല കേട്ടോ ബീച്ച് കാണാൻ പോണത്. നമ്മുടെ കൂടെ അയാനും അമൃതും ദിജയുണ്ട്. അവർ വേറൊരു കാറിൽ മുന്നിൽ പോകുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം തിക്നെസ്സിൽ വളർന്നിട്ടുണ്ട് കേട്ടോ മരങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ ബീച്ച് ഏരിയയിലേക്ക് കടന്നിട്ടുണ്ട്. ഏകദേശം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ തിരിച്ചു പോരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങ് ദൂരെയായിട്ട് നമുക്കിപ്പോൾ കടൽ കാണാം. ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനായ ദുഃഖം ബീച്ചിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. വെള്ളത്തിൽ ഇറങ്ങണമൊന്നുമില്ല, കുറച്ച് കാറ്റൊക്കെ കൊണ്ട് മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ബീച്ചിൽ വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം വേറെയാണ്, അത് ഞാൻ വഴിയെ കാണിക്കാം കേട്ടോ. നല്ല കാം അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇവിടെ. നമ്മുടെ നാട്ടിലെ ബീച്ചിൻ്റെ തിക്കും തിരക്കൊന്നുമില്ല. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ഈ ഊഞ്ഞാലകളാണ്. ഇടവിട്ട് ഇങ്ങനെ കുറച്ച് ഊഞ്ഞാല സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അല്ലേ. കടലൊക്കെ കണ്ടിട്ടുള്ള ഊഞ്ഞാലാട്ടം അടിപൊളിയായിരിക്കും. അത്യാവശ്യം ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാറ്റിനും തിരക്കും വേഗതയും കൂടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നാൽ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. ആ പൊട്ടുപോലെ കാണുന്നത് മീൻ പിടിച്ചിട്ട് തിരിച്ചു വരുന്ന ബോട്ടുകളാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് തിരിച്ചു കയറുകയാണ് കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മെയിൻ ഉദ്ദേശം ബീച്ചിൽ വരാനുള്ളത്. ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ ഒരു മിനി പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. വീലിക്കുട്ടി ബീച്ചിൽ പോകാമെന്ന് പറയണതേ ഇവിടെ വന്ന് കളിക്കാനാണ് കേട്ടോ. ആദ്യമൊക്കെ മോൾക്ക് പേടിയായിരുന്നു ഇതിലൊക്കെ കയറാൻ. പോകെ എല്ലാത്തിനോടും ഇഷ്ടമായി. ഇപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴാണ് കരച്ചിലും ബഹളവും. ആൾക്കാർ കുറവാണെന്നുണ്ടെങ്കിൽ ഞങ്ങളും കയറും കേട്ടോ ഇതിലൊക്കെ. ഇപ്പോൾ ശരിക്കും നല്ല ഇരുട്ടായിട്ടുണ്ട്, പക്ഷേ പാർക്കിൽ അത്രയും നല്ല ലൈറ്റ് സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ആംബിയൻസും നല്ലതാണ്. മുതിർന്നവർക്ക് ഇരിക്കാനും വർത്താനം പറയാനും ഇതുപോലെ ചെറിയ ചെറിയ സെറ്റപ്പൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. തൊട്ടപ്പുറത്തൊരു ടീ സ്പോട്ട് ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം കൂടി നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് പോന്നു കേട്ടോ. ഇപ്പം നമ്മൾ ബീച്ച് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഒമാനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇവിടെ ഒട്ടുമിക്ക എല്ലായിടത്തും ലൈറ്റ്സ് ഉണ്ട് രാത്രി. അതുകൊണ്ട് നമുക്ക് പേടിക്കാണ്ട് തന്നെ പുറത്തിറങ്ങാം. ഇവിടെ ഒരു റെസിഡൻസി ഏരിയ ഓപ്പൺ ആക്കുന്നതിന് മുന്നേ എല്ലാ സ്ട്രീറ്റിലും ഫുള്ളായിട്ട് സെറ്റപ്പ് ആക്കിയിട്ട് അവിടെ താമസിക്കാൻ അനുവദിക്കുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ദുഃഖത്തെത്തിയിട്ടുണ്ട്. ആ കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ ഫ്ലാറ്റ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കടൽ കാണാൻ പോക്ക് അങ്ങനെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. See you in the next video. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.